മുന്നിലേക്ക് നോക്കിയിട്ട് പ്രതീക്ഷയില്ല, പിന്നിലേക്ക് നോക്കിയിട്ട് പ്രതീക്ഷയില്ല, ഇടത്തും വലത്തും പ്രതീക്ഷയില്ല. ഇനിയിപ്പോ നോക്കാൻ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, മേളിലോട്ട്. അതുകൊണ്ട് അവര് മേളിലോട്ട് നോക്കി. മുന്നിൽ നിന്ന് ആൾ ആദ്യം നോക്കി, മോശ എന്നാ ചെയ്യും? ഈ ജനതയെ എന്തുമാത്രം പെടാപ്പാട് പെട്ടിട്ടാണ് പുറത്തു കൊണ്ടുവന്നതറിയാം. ഇപ്പൊ ഇതാ ഈ മഹാസാഗരം നക്കിത്തുടയ്ക്കാൻ കാത്തു നിൽക്കുമ്പോ എന്തു ചെയ്യും? കർത്താവ് പറഞ്ഞു, വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടി കടല് വിഭജിച്ചു. ജനം അക്കരെ എത്തി. ചെങ്കടലിന് ഇക്കരെ നിന്ന ജനമല്ല, ചെങ്കടലിന് അക്കരെ നിൽക്കുന്നത്. അവർക്ക് മനസ്സിലായി ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ കടലിനെക്കാളും ഈ ഫറവോയെക്കാളും ഈ തിരമാലയെക്കാളും ശക്തിയുള്ളൊരു ദൈവമാണ്. ഈ ജനതയുടെ ദൈവബോധം, വിശ്വാസം വളരുന്നത് ചെങ്കടൽ കടന്നിട്ടാണ്. അപ്പൊ ക്രൈസിസ് ഉണ്ടാവുമ്പോ പ്രയാസപ്പെടരുത്. ഈ ക്രൈസിസിലൂടെ മാത്രം പഠിക്കുന്ന പാഠങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ക്രൈസിസ് ഇല്ലാത്ത ഒരാൾക്ക് കിട്ടില്ല. സഹനങ്ങളിലൂടെ മാത്രം ഒരു മനുഷ്യൻ പഠിക്കുന്ന ലെസൺസ് ഉണ്ട്. അത് ഒരു പാഠപുസ്തകത്തിന്, ഒരു അക്കാദമിക് ക്ലാസ് മുറികൾക്കും, ഒരു പ്രൊഫസറിനും, ഒരു ടീച്ചറിനും, ഒരു പ്രബന്ധത്തിനും, ഒരു കോഴ്സിനും തരാൻ പറ്റില്ലത്. അത് മനുഷ്യൻ സഹിച്ച് മാത്രം പഠിക്കുന്ന പാഠങ്ങളാണ്. ആ പാഠങ്ങളാണ് മനുഷ്യൻ ഇങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നത്, ജീവിക്കാൻ സഹായിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാണ്, എന്തിനാ പേടിക്കുന്നേ? പേടിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം ഞാനിവിടെ ഉണ്ടല്ലോ.